നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വ്യക്തി പ്രണയിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ചാണ്. പ്രണയം എന്ന് പറയുമ്പോൾ അതിൽ സത്യമുണ്ടെങ്കിൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ, അത് നിലനിൽക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ കാണുന്ന, അനുഭവിക്കുന്ന എല്ലാ പ്രണയങ്ങളും സത്യമാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പ്രണയ തകർച്ചയും മറ്റു പല അവസ്ഥകളും സംഭവിക്കുന്നത്. വർഷങ്ങളോളം പ്രണയിച്ച് നടന്ന് അവസാനം എല്ലാം തകർന്ന് ഒന്നും ഇല്ലാത്ത അവസ്ഥയായി മാനസികമായി വേദനിച്ച് നടക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നത് നമുക്ക് ചുറ്റും അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സത്യമായ പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തികളുടെ മാനസിക അവസ്ഥ എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു പ്രണയമുണ്ടെങ്കിൽ, നിങ്ങളെ ഒരു വ്യക്തി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഈ അവസ്ഥകളൊക്കെ വെച്ച് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ അവസ്ഥയെ നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. അതിലൊന്നാമത്തെ കാര്യമാണ്, സത്യമായ പ്രണയമുള്ള ഒരു വ്യക്തി ഏത് അവസ്ഥയിലും നിങ്ങളെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കും. അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് ഒരു മാറ്റവും സംഭവിക്കില്ല. ആദ്യം എങ്ങനെ ആയിരുന്നോ അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും, അവസാനം വരെയും. രണ്ടാമത്തെ ലക്ഷണമാണ്, മനസ്സിൽ സത്യമായ സ്നേഹമുള്ള ഒരു വ്യക്തി എപ്പോഴും നിങ്ങളോട് നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കും. നല്ല ഒരു സ്വഭാവം ആ വ്യക്തി നിങ്ങളോട് കാണിച്ചിരിക്കും എന്നാണ് അർത്ഥം. നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുകയും എപ്പോഴും നിങ്ങൾക്ക് ഒരു വില തരുകയും ആ വ്യക്തി ചെയ്യും. ഇത് യഥാർത്ഥ സ്നേഹവും സത്യവുമുള്ള ഒരു വ്യക്തിയുടെ ഒരു ലക്ഷണമാണ്. മൂന്നാമത്തെ ലക്ഷണമാണ്, നിങ്ങളുടെ മനസ്സിലെ വിഷമവും സന്തോഷവും എല്ലാം അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും. അത് നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. സന്തോഷമാണെങ്കിൽ കൂടെ സന്തോഷിക്കാനും വിഷമമാണെങ്കിൽ കൂടെ ആശ്വസിപ്പിക്കാനും അവർ കൂടെ ഉണ്ടാകും. ഇത് സത്യസന്ധമായ സ്നേഹമുള്ളവരുടെ ലക്ഷണമാണ്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അവസ്ഥകളെല്ലാം അവർ മനസ്സിലാക്കിയെടുക്കും. നാലാമത്തെ ലക്ഷണമാണ്, ഭാവി കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും. നിങ്ങളോട് യഥാർത്ഥത്തിൽ സത്യസന്ധമായി സ്നേഹമുള്ള ഒരു വ്യക്തി ഭാവി കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും അവർ വിലക്കെടുക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അഞ്ചാമത്തെ ലക്ഷണമാണ്, നിങ്ങളോട് സത്യസന്ധമായി സ്നേഹമുള്ള ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ ഇതാണ്. നിങ്ങളെ എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കും. നിങ്ങളെ കണ്ടില്ലെങ്കിൽ കൂടുതലായി അന്വേഷിക്കും. കാരണം നിങ്ങൾ എവിടെയാണ്, നിങ്ങളുടെ അവസ്ഥ എന്താണെന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ സ്നേഹത്തിൻ്റെ ആ തീഷ്ണതയാണത്. ഇതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആറാമത്തെ ലക്ഷണമാണ്, നിങ്ങളോട് സത്യസന്ധമായ സ്നേഹമുള്ള ഒരു വ്യക്തി സെക്സ് പരമായ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് നിർബന്ധിക്കുകയോ ചെയ്യില്ല. അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്കും അവർ പോകില്ല. സത്യസന്ധമായ സ്നേഹമുള്ളവരുടെ പ്രത്യേകതയാണിത്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ സത്യമായ സ്നേഹം ഉള്ളിൽ ഇല്ലാത്തവർ കിട്ടുന്ന സമയം നിങ്ങളെ മാക്സിമം മുതലെടുക്കാനാണ് ശ്രമിക്കുക. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സത്യസന്ധമായ സ്നേഹമുള്ള ഒരു വ്യക്തി സെക്സ് പരമായ കാര്യങ്ങളിൽ നമ്മളെ നിർബന്ധിക്കുകയോ ചെയ്യിപ്പിക്കുകയോ പറഞ്ഞു നടക്കുകയോ ചെയ്യില്ല. നേരെ മറിച്ച് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുക മാത്രമേ ചെയ്യൂ. പക്ഷേ സത്യസന്ധമായ സ്നേഹമില്ലാത്തവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ താല്പര്യം കാണിക്കും. അറിഞ്ഞിരിക്കുക, മനസ്സിലാക്കിയിരിക്കുക. ഏഴാമത്തെ ലക്ഷണമാണ്, നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിച്ചു കൊണ്ടിരിക്കും. ഇത് നിങ്ങളോട് സത്യസന്ധമായ സ്നേഹമുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണമാണ്. അല്ലാത്തവർ നിങ്ങളുടെ കാര്യം പോലും അന്വേഷിക്കാൻ നിൽക്കില്ല. അവർക്ക് അവരുടെ കാര്യം നിങ്ങളെ കൊണ്ട് എന്തെല്ലാം മുതലെടുക്കാം, നിങ്ങളിൽ നിന്ന് എന്തെല്ലാം എൻജോയ് ചെയ്യാം, അത് മാത്രമേ അവർ നോക്കുകയുള്ളൂ. പക്ഷേ നിങ്ങളോട് സ്നേഹമുള്ള വ്യക്തികൾ നിങ്ങളുടെയും നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളുമൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കും. ഇത് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ലക്ഷണമാണ്. എട്ടാമത്തെ ലക്ഷണമാണ്, നിങ്ങളുടെ വേദനയിൽ അവർ കൂടെ നിൽക്കും. നിങ്ങൾക്കൊരു വേദനയുടെ അവസ്ഥ വന്നാൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം വാടിയാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും
അവർ ആശ്വസിപ്പിക്കുകയും കൂടെ നിർത്തുകയും ഒക്കെ ചെയ്യും. മൊത്തത്തിൽ നിങ്ങളുടെ മേൽ ഒരു കയറിങ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കാം. സ്നേഹത്തിൻ്റെതായ ഒരു വലയം. 9ാമത്തെ കാര്യമാണ്, നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞാലും അതെല്ലാം അവർ ശ്രദ്ധിച്ചു കേൾക്കുകയും അതിന് അനുസൃതമായി നിങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, നിങ്ങളൊരു കാര്യം പറയുകയാണ്, അത് നല്ല കാര്യമാണ് എന്ന് അവർക്ക് തോന്നിയാൽ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാവർത്തികമാക്കും. എന്നുവെച്ചാൽ അത് ചെയ്തു തരികയോ കൂടെ വരികയോ ഒക്കെ ചെയ്യും. ഇതൊക്കെ സത്യസന്ധമായ സ്നേഹമുള്ളവരുടെ ലക്ഷണമാണ്. അല്ലാത്തവർ ഇതിനൊന്നും നിൽക്കുകയുമില്ല. അവർ അവരുടെ കാര്യങ്ങൾ നോക്കി നടക്കുകയും കാര്യങ്ങൾ കാണാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് വരികയും ചെയ്യും. 10ാമത്തെ ലക്ഷണമാണ്, നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ നിങ്ങളുടെ കുറ്റം ആരോടും പറയുകയില്ല. നിങ്ങളുടെ കുറ്റങ്ങൾ അവർ ക്ഷമിക്കുകയും മറക്കുകയും അതൊന്നും കാര്യമാക്കാതെ നിങ്ങളുടെ കൂടെ നിൽക്കുകയും നിങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്യും. അവരുടെ ഉള്ളിൽ തോന്നുന്ന നല്ല കാര്യങ്ങൾ നിങ്ങളോട് ഉപദേശിച്ചു തരുകയും ചെയ്യും. ഇത് സത്യസന്ധമായ സ്നേഹമുള്ള വ്യക്തികളുടെ ലക്ഷണമാണ്. സ്നേഹമില്ലാത്തവർ നിങ്ങളുടെ എന്ത് കണ്ടു കഴിഞ്ഞാലും അവരോടും ഇവരോടും ഒക്കെ ചെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. 11ാമത്തെ ലക്ഷണമാണ്, നിങ്ങൾക്ക് എപ്പോഴും മാനസികമായി വലിയൊരു പിന്തുണയായിരിക്കും അവർ എപ്പോഴും തരുന്നത്. ഇത് നിങ്ങളോട് സത്യസന്ധമായ സ്നേഹമുള്ളവരുടെ ലക്ഷണമാണ്. അവരുടെ മാനസികാവസ്ഥ ഇങ്ങനെയാണ്. നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ടു പോകുന്നത് അവരുടെ മാനസിക അവസ്ഥയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എപ്പോഴും ചേർത്തു പിടിക്കും. നിങ്ങളെ ഒരിക്കലും ഒറ്റപ്പെടുത്തുകയുമില്ല. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നൽ നിങ്ങളിൽ വരുത്താതിരിക്കാനും അവർ ശ്രമിക്കും. അങ്ങനെയായിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ. അവർ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന ഫീലിംഗ് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അതിനുവേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇത് സത്യസന്ധമായ സ്നേഹം നിങ്ങളോടുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണമാണ്. അവരിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. ഇതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഏത് നല്ല പ്രണയമാണ് എങ്കിലും എന്ത് ആണ് എങ്കിലും ഇഷ്ടമാണെങ്കിലും അത് വിവാഹത്തിൽ എത്തുന്നതുവരെ അതിനെ ബുദ്ധിപൂർവം മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഫലമായി വരുന്നതാണ്. ഇത് പ്രധാനമായും എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ആരെയും ഒന്നിനെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. ഇത് പിന്നീട് ദുഃഖങ്ങൾ ഉണ്ടാക്കാൻ ഇടയായിത്തീരും. നിങ്ങളെ ഒരു വ്യക്തി നന്നായി പ്രണയിക്കുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ മാറുമ്പോൾ, അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിൽ സാമ്പത്തികപരമായോ മറ്റേതോ കാര്യത്തിലോ ആയാലും സാഹചര്യങ്ങൾ മാറുമ്പോൾ എത്ര നല്ല പ്രണയമുണ്ടായാലും പതുക്കെ മാറ്റപ്പെടാൻ സാധ്യതയുണ്ട്. മാറിയ സംഭവങ്ങളും നമുക്ക് ചുറ്റും ഒരുപാടും കേൾക്കാറുമുണ്ട്. ഇനി വീട്ടുകാർ നിങ്ങളെ ബന്ധത്തെ എതിർക്കുകയാണെങ്കിൽ, അവർക്ക് യോജിച്ച നല്ല ഉയർന്ന തലത്തിലേക്ക് ആ വ്യക്തിയെ വിടുകയാണെങ്കിൽ അന്നേരവും ആ വ്യക്തി മാറാൻ സാധ്യതയുണ്ട്. അപ്പോഴും നിങ്ങളെ വേണ്ടാത്ത അവസ്ഥ ഉണ്ടാവും. അങ്ങനെ പല രീതിയിൽ സംഭവിക്കുന്നുണ്ട്. ഇത് ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ചിലർ വിചാരിക്കും, എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല, നല്ല സ്നേഹമാണ് എന്നൊക്കെ. ഇങ്ങനെ പറഞ്ഞ വ്യക്തികളെ നമുക്ക് ചുറ്റും നാം കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ ജീവിതം പിന്നീട് കാണുന്നത് പഴയ പ്രണയബന്ധങ്ങൾ ഉപേക്ഷിച്ച് തകർന്ന് വേറെ ആളുകളുമായി ജീവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായി നിങ്ങളോട് പറയാൻ കഴിയും, എത്ര നല്ല പ്രണയബന്ധങ്ങൾ ആണ് എങ്കിലും വിവാഹത്തിൽ എത്തിയതിനു ശേഷം മാത്രമേ നമുക്കതിനെ പൂർണ്ണമായി ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനു മുമ്പേ നിങ്ങളെ പലരും പ്രണയത്തിൻ്റെ മറവിൽ ചൂഷണം ചെയ്യാൻ വന്നാൽ, മാനസികമായി ആയാലും ശാരീരികപരമായി ആയാലും ഏത് രീതിയിലായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ മനസ്സിനെ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഭാവിയിൽ ദുഃഖങ്ങൾ ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ ജീവിതം സന്തോഷകരമാക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ വ്യക്തിയും സ്വന്തം ജീവിതത്തിൽ ഇവിടെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക.